ഗവർണർക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ ആശയപരമായിട്ടുള്ള ബിംബങ്ങളെ വണങ്ങുവാനും ഒക്കെ പൂർണ്ണമായിട്ടുള്ള അവകാശം ഉണ്ടെങ്കിലും ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഇത്തരത്തിലൊരു ചിത്രം വെക്കുമ്പോൾ അവിടെ വരേണ്ടിയിരുന്ന വ്യത്യാസം, ഇപ്പം ഭാരത് മാതാ എന്നൊരു കൺസെപ്റ്റ് ഭരണഘടനാ വിരുദ്ധമല്ല, പക്ഷെ അവിടെ ത്രിവർണ്ണ പതാക ഏന്തിയായിരുന്നു ഭാരതമാതാവ് നിന്നിരുന്നതെങ്കിൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷണലി സാങ്ക്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പിക്ചറായിട്ട് അവിടെ വന്നിരുന്നേനെ. ഇവിടെ ഇങ്ങനൊരു പിക്ചർ വരുമ്പോൾ അവിടെ വ്യക്തമായിട്ടൊരു സംഘടനയുടെ ഭാഗമായി ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന ഒരു ചിത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ബിംബമായിട്ട് വരുന്നിടത്താണ് ഈ രാഷ്ട്രീയ വിവാദത്തിന്റെ തുടക്കം. ഭരണഘടനയും ഭാരത് മാതാ അസച്ച് ഒരു സങ്കല്പനം എന്നുള്ള നിലയിൽ ഒരു വൈരുദ്ധ്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം നാഷണൽ സോങ് എന്ന് പറയുന്നത് വന്ദേ മാതരമാണ്. ആ വന്ദേ മാതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് ഈ മണ്ണിനെ അതിനകത്തൊരു ദൈവികത കാണുന്ന ഒരു സങ്കല്പം, പിതൃഭൂമി മാതൃഭൂമി എന്നൊക്കെ നാം പറയുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ വിശേഷിപ്പിക്കുന്ന അങ്ങനെ ഒരു സങ്കല്പം ഇന്ത്യയിലും നാം കണ്ടുവരും. അപ്പൊ ഈ വന്ദേ മാതരം എന്ന് പറയുമ്പോൾ തന്നെ അത്തരത്തിലൊരു ഒരു കൽപ്പനയാണ് അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ പോയട്രി ആയിട്ട് ആനന്ദമഠത്തിൽ വന്നതാണ്. പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭ അത് അഡോപ്റ്റ് ചെയ്തത്. ഇപ്പൊ 26 ജാനുവരി 1950 ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ മീറ്റിംഗ് നടന്നത്. ആ അവസാനത്തെ മീറ്റിംഗിൽ ശ്രീ രാജേന്ദ്ര പ്രസാദ് പ്രഖ്യാപിക്കുകയുണ്ടായി, ജനഗണമന എന്നത് നമ്മുടെ ദേശീയ ഗാനവും അതുപോലെ തന്നെ നാഷണൽ ആന്തവും വന്ദേ മാതരം എന്നത് പറയുന്നത് നമ്മുടെ ദേശീയ ഗീതവുമാകും എന്ന്. രണ്ടിനും ഒരേ പ്രാധാന്യം തന്നെയാണ്. വന്ദേ മാതരം സ്വാതന്ത്ര്യ സമരകാലത്ത് ജനകോടികളെ അവരെ മോട്ടിവേറ്റ് ചെയ്ത ഒരു ഗാനമാണ്, സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ധനമേകിയ ഗാനമാണ് എന്നതുകൊണ്ട് തുല്യമായിട്ടുള്ള സ്ഥാനമാണ് എന്ന് പറഞ്ഞ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന മീറ്റിംഗിൽ ആദ്യം ജനഗണമനയും പിന്നീട് വന്ദേ മാതരവും ചൊല്ലിയാണ് അവർ എന്നേക്കുമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ പിരിയുകയുണ്ടായത്. എന്നിരിക്കെ ഭാരതമാതാവ് അല്ലെങ്കിൽ ഭാരതാംബ, അംബ എന്ന് പറയുന്നതിന്റെ മലയാളീവൽക്കരിക്കപ്പെട്ട നാമമാണല്ലോ ഭാരതമാതാവ്. ആ കൺസെപ്റ്റിന്റെ കുഴപ്പമില്ല, അങ്ങനെ ഒരു ചിത്രവും വരുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവിടെ ത്രിവർണ്ണ പതാക ഏന്തിയായിരുന്നു അത് വന്നിരുന്നതെങ്കിൽ ഇത്തരത്തിലൊരു ഒബ്ജക്ഷൻ ഉണ്ടാകുമായിരുന്നില്ല. ഗവർണറായിട്ട് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പല വിധികളിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഭരണഘടന നിഷ്കർഷിക്കുന്ന കർമ്മങ്ങൾ അദ്ദേഹം അതേപടി ചെയ്യുമ്പോൾ തന്നെയും ഭരണഘടനാ മൂല്യങ്ങളോട് സമരസതപ്പെട്ട് രാജ്ഭവൻ എന്ന് പറയുന്ന ആ ഒരു വലിയ സ്ഥാപനം, ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ അതിന്റെ ആ ഒരു അന്തസത്ത ഉൾക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഏന്തിയിരിക്കുന്ന പതാക എന്ന് പറയുന്നത് ത്രിവർണ്ണ പതാക ആയിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു വാഗ്വാദം ഉണ്ടാകുമായിരുന്നില്ല, വിവാദം ഉണ്ടാകുമായിരുന്നില്ല. ഒരു സംഘടനയുടെ പതാകയുമായി ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന ഒരു ചിത്രീകരണമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടാണ് വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികൾ വ്യത്യസ്തരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ അധികാരത്തിൽ വരുന്നു, അവർ മന്ത്രിമാരാകുന്നു, അവർ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട് ഭരിക്കുവാൻ അധികാരപ്പെടുത്തിയ മന്ത്രിമാരാകും. അവർ വരുമ്പോൾ അവരുടെ ആശയഗതിക്ക് വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാപരമായിട്ട് നിലനിൽക്കുന്ന ത്രിവർണ്ണ പതാക അല്ലാതെ ഒരു പതാക ഏന്തി ഇങ്ങനെ ഒരു ചിത്രം വരുമ്പോൾ ഒരു വിവാദം ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്.